കൊച്ചിയിൽ സ്വകാര്യ ബസ്സുകളുടെ അപകട ഓട്ടം പതിവാകുമ്പോൾ 66 സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിച്ച് മോട്ടോർ വാഹന വകുപ്പ്. മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് വ്യാപകമായ നിയമലംഘനം കണ്ടെത്തിയത്. എത്ര കടിഞ്ഞാണിട്ടാലും നിയന്ത്രിക്കാനാവാത്തതാണ് കൊച്ചിയിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സരപ്പാച്ചിൽ. മനുഷ്യജീവന് ഭീഷണി ഉയർത്തുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ നിരന്തരം പരാതി ഉയർന്നതോടെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് 66 സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടിയെടുത്തത്. അപകടകരമായ ഡ്രൈവിംഗ് ഉൾപ്പെടെ വിവിധ നിയമലംഘനങ്ങൾക്കാണ് നടപടി. യാത്രക്കാരുടെ സുരക്ഷയും അടിസ്ഥാന അവകാശങ്ങളും ലംഘിക്കപ്പെടുന്നുവെന്ന പരാതികളാണ് പരിശോധനയ്ക്ക് കാരണം. മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ സർവീസ് നടത്താതിരുന്ന ചില ബസ്സുകൾക്കെതിരെയും കേസെടുത്തു. ഒരു ബസിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കി. അപകടകരമായ രീതിയിൽ വാഹനമോടിക്കൽ, ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗം, നിശ്ചിത സമയക്രമം പാലിക്കാതെയുള്ള സർവീസ്, സ്റ്റോപ്പുകളിൽ നിർത്താതിരിക്കുക, മദ്യപിച്ച് വാഹനമോടിക്കൽ എന്നിവയാണ് കണ്ടെത്തിയ പ്രധാന നിയമലംഘനങ്ങൾ. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഗതാഗത നിയമങ്ങൾ കർശനമാക്കുന്നതിനുമായി വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ജനം, കൊച്ചി.